വർക്ക്ഷോപ്പ് ഉപകരണങ്ങളെല്ലാം ഒരു വിലയിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. വിലയൊക്കെ ഞാൻ സോമസാറിനോട് പറഞ്ഞിട്ടുണ്ട്. സോമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ വർഗീസ് പറഞ്ഞ വിലയില് ഒരു ബാർഗൈനിങ് ഒന്നും നടത്തുന്നില്ല. പറഞ്ഞ വിലയ്ക്ക് തന്നെ വർക്ക്ഷോപ്പ് ഉപകരണങ്ങൾ എടുക്കുന്നു. പക്ഷേ ഒരു 6 മാസം സമയം വർഗീസ് ഈ ഉപകരണങ്ങളൊക്കെ ഒരു പുതിയ കട കണ്ടെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി തരണം. അതുവരെ ഇവിടെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടു പോകും. അത്രയും കാലത്തെ കടവാടക മാധവൻ തരികയും ചെയ്യും. അയ്യോ സോമസാറെ, അത് വർഗീസിന് അതിനിടയ്ക്ക് കടയോ വസ്തുവോ കച്ചവടമായാൽ അപ്പോ മാധവൻ മാറി തരും. ഒരു 6 മാസം സമയമല്ലേ, അപ്പൊ എല്ലാം റെഡിയാകും. സാറ് പറഞ്ഞ ഞാൻ എന്ത് മറുപടി പറയാനാ? ശരി, അങ്ങനെ ആയിക്കോട്ടെ സാറേ. എന്താ മാധവ, ഓക്കെ അല്ലേ? തൽക്കാലം 6 മാസം മാധവനോട് വർക്ക്ഷോപ്പ് നടത്തുന്നു. അപ്പോഴേക്കും പുതിയൊരു കട കണ്ടെത്താനുള്ള ഒരു സാവകാശവും കിട്ടും. നമുക്ക് അങ്ങോട്ട് മാറാം. ശരി. സോമൻ പറഞ്ഞത് വെറുതെ അല്ല, വെറും മൗത്ത് പബ്ലിസിറ്റി നടത്തിയതേ ഉള്ളു. 6-7 വണ്ടികൾ പണിക്ക് ഏർപ്പാടായി കഴിഞ്ഞു. അത് പിന്നെ പാമ്പു പഴയതല്ലേ മാധവേട്ട നല്ലത്. ഏത് പുതിയ വണ്ടിയും മാധവേട്ടനെ വിശ്വസിച്ചേൽപ്പിക്കാം. സ്പെയർ പാർട്സില് ഒന്നും തിരിമറി നടത്തില്ലല്ലോ. മാധവേട്ടന്റെ ആരോഗ്യ പ്രശ്നം എന്നെ അലട്ടുന്നത്. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ചന്ദ്രു. നാളെ പണി തുടങ്ങിയ അതിന്റെ ഒരു എനർജി എനിക്ക് ഇപ്പോഴേ കൈവന്നു കഴിഞ്ഞു. എന്നാ കപ്പപ്പുഴുക്ക് കൂടി ശരിയാക്കി കഴിക്കാം, എനർജി കളയണ്ട. ഇതുപോലെയാ നമ്മൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച ശേഷമുള്ള അവസ്ഥ. ഒരു വഴിയും കാണാത്തപ്പോഴാ ദൈവം കണ്ണു തുറന്ന് ഒരു വഴി കാട്ടിത്തന്നത്. വർക്ക്ഷോപ്പിലെ പണി. വയസ്സുകാലത്ത് ജീവിതം തുടങ്ങാനും വർക്ക്ഷോപ്പ് തന്നെ ശരണം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. അങ്ങനെ മാധവൻ വീണ്ടും വർക്ക്ഷോപ്പിൽ. ഒപ്പം മാനത്തെ കൊട്ടാരം കെട്ടിപ്പടുക്കാനുള്ള മോഹവും. ആഗ്രഹത്തിന്റെ കനം പോലെ മാധവേട്ട കാര്യങ്ങള്. ഒരു കാര്യം മനസ്സൂന്നി ആഗ്രഹിച്ച അത് നടത്തി തരാൻ കാലവും പ്രകൃതിയൊക്കെ കൂടെ നിൽക്കുന്ന പറയാറ്. നമ്മൾ നമ്മുടെ മാനത്തെ കൊട്ടാരം പണിയും. ചന്ദ്രു, നിന്റെ നാവ് പൊന്നാവട്ടെ. മക്കള് ചതിച്ച് തോൽപ്പിച്ചപ്പോ ദൈവം സോമന്റെ രൂപത്തിൽ അവതരിച്ചു. ഇനി മക്കൾക്ക് വേണ്ടിയല്ല ജീവിതം. എനിക്ക് വേണ്ടി നീ ജീവിക്കുന്നു, നിനക്ക് വേണ്ടി ഞാനും. മക്കളുമില്ല, ബന്ധങ്ങളുമില്ല. മാധവൻ ചന്ദ്രിക ജീവിതത്തിന് വേണ്ടി മാത്രം. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇനി ഇതും ഇല്ലാതാവും. സങ്കടങ്ങൾക്കൊരു കുറവുമില്ലല്ലോ. വരുമ്പോ ഇങ്ങനെ നിരനിരയായിട്ടങ്ങ് വരും. അച്ഛനെയും അമ്മയും കാണാതാവൽ, പാവം മുത്തശ്ശിയുടെ മരണം, വർഷം മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാത്ത അവസ്ഥ. തട്ടുകട കൊണ്ട് ഒരുവിധം കാര്യങ്ങൾ ഓടിപ്പോകുമായിരുന്നു. ഒന്ന് പച്ച പിടിച്ചപ്പോ അതും പൂട്ടിക്കെട്ടി. ജഗ, ചിലപ്പോഴൊക്കെ ജഗനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഉറക്കം കിട്ടാറേയില്ല. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച മനുഷ്യന് ഇപ്പോ പട്ടുമെത്തയിൽ ഉറങ്ങേണ്ട ആള് പെരുവഴിയില്. എന്താ വന്നിരുന്നത്? വന്നു ചേർന്ന ചില അനുഭവങ്ങളാണ് വിശ്വാസങ്ങളെ ഉറപ്പിക്കുന്നത്. മനസ്സിലായില്ല. ജ്യോത്സ്യന്മാര് ജാതകദോഷം വിധിച്ച പെണ്ണാ ഞാൻ. അതുകൊണ്ടാണല്ലോ പണ്ട് കതിർമണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന വരന് അപമൃത്യു സംഭവിച്ചത്. എന്നെ താലികെട്ടിയ ജഗന്റെ അവസ്ഥ ഇതും.
ജഗന്. വന്ദനെ, നീ ഇപ്പൊ പറഞ്ഞത് ഇനി ആവർത്തിക്കരുത്. അങ്ങനെ ആവർത്തിച്ചാൽ ഈ ജഗൻ തോറ്റുപോകും. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ഞാൻ എനിക്കിഷ്ടപ്പെട്ട വന്ദനെ സ്വന്തമാക്കിയത്. അച്ഛന്റെ കുലമഹിമയും വന്ദനയുടെ ജാതകദോഷവും എന്നോടുള്ള വന്ദനയുടെ ആദ്യകാല ആറ്റിറ്റ്യൂഡും എല്ലാം എന്റെ മുമ്പിൽ തടസ്സങ്ങളായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സോടെ പോറ്റാമെന്നുള്ള കരളുറപ്പുകൊണ്ടാ. ജഗൻ അത് ചെയ്തിരിക്കും. വന്ദനെ, നീയുള്ള ഇടമാണ് ജഗന് സ്വർഗത്തേക്കാൾ പ്രിയം. എനിക്കും